കൊച്ചി കപ്പൽശാലയിലെ വിവരച്ചോർച്ചയിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലെന്ന സൂചന. ഗുജറാത്തിൽ നിന്ന് പിടിയിലായ ആളുടെ ഫോണിൽ നിന്ന് INS വിക്രാന്തിന്റെ ചിത്രങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരം. കേസിൽ അറസ്റ്റിലായ കരാർ ജീവനക്കാരൻ ശ്രീനിഷ് വിവരങ്ങൾ പങ്കുവച്ച അക്കൗണ്ടിന്റെ ഉടമയ്ക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. ശ്യാംകുമാർ, പറയൂ, മറ്റെന്ത് വിവരങ്ങളാണ് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചത്? SKN കൊച്ചിൻ കപ്പൽശാലയിലുണ്ടായ വിവരച്ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേസ് കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കപ്പൽശാലകളിൽ സുരക്ഷയുടെ കാര്യത്തിൽ പോലും മുൻപിലുള്ള കപ്പൽശാലയാണ് കൊച്ചി. അവിടെ നിന്നാണ് INS വിക്രാന്ത് പോലെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു യുദ്ധക്കപ്പലിന്റെ വിവരങ്ങൾ ചോരുന്നത്. അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ടിലേക്ക് കൈമാറിയതായിട്ടായിരുന്നു കണ്ടെത്തിയത്. ആ അക്കൗണ്ടിന് ഉള്ള ബന്ധം, വിളിച്ച നമ്പറുകൾ പാകിസ്ഥാനിൽ നിന്നാണോ എന്നടക്കമുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത മറ്റൊരാളെ ഗുജറാത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ ഫോണിൽ നിന്ന് INS വിക്രാന്തിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് അന്വേഷണം NIA ഏറ്റെടുക്കണമോ എന്നുള്ള കാര്യം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ ആവർത്തിച്ച് പറയുന്നത് തന്നെ ഹിന്ദി സംസാരിക്കുന്ന ഒരു യുവതി വിളിച്ച് സംസാരിച്ചു, അവരുമായിട്ടാണ് ചാറ്റ് ചെയ്തിരുന്നത് എന്നാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് രേഖകൾ ഉൾപ്പെടെ ശത്രുരാജ്യങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നടക്കം പരിശോധിച്ചു വരികയാണ്. വളരെ ഗൗരവത്തോടെയാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.